നമസ്കാരം. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങൾ ഏതാണ് എന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പൊതുവെ പറയാൻ തോന്നുക അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി പോലെയുള്ള വലിയ വൻകിട രാജ്യങ്ങൾ എന്നായിരിക്കാം. എന്നാൽ 2025 ആഗോള സുരക്ഷാ സൂചിക അനുസരിച്ച് ഈ രാജ്യങ്ങളൊന്നും തന്നെയല്ല ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം. അത് അൻഡോറയാണ്. ഒരുപക്ഷെ നമ്മൾ അധികം പേര് കേട്ടിട്ടില്ലാത്ത ഈ ഒരു രാജ്യം പടിഞ്ഞാറൻ യൂറോപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ചെറിയൊരു രാജ്യമാണ്. 2012 സെൻസസ് അനുസരിച്ച് അവിടെ ജനസംഖ്യ അന്ന് 85,000 മാത്രമായിരുന്നു. ഏതാനും ചതുരശ്ര കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള വളരെ ചെറിയൊരു രാജ്യമാണ് അൻഡോറ. ടൂറിസമാണ് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം. പൊതുവെ ഇവിടുത്തെ ജനങ്ങൾ സമാധാനകാംക്ഷികളാണ് എന്നാണ് കരുതപ്പെടുന്നത്. അത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളോ മറ്റ് വിഷയങ്ങളോ തീവ്രവാദ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ നടക്കുന്ന ഒരു രാജ്യമല്ല അൻഡോറ. പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കൂടിയാണ് ഇവിടം. അതുകൊണ്ട് തന്നെ അവിടെയുള്ള വളരെ പരിമിതമായ ജനസംഖ്യ അവരവരുടെ കാര്യം നോക്കി സുഖകരമായി ജീവിച്ചു പോരുന്നു എന്നാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. സുരക്ഷാ സൂചികയിൽ 84.7% ഈ അൻഡോറയ്ക്ക് ലഭിക്കുന്നത്. അത്രയും സുരക്ഷിതമായ രാജ്യമാണ്. വെറും 450 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ ഒരു രാജ്യത്ത് ഏതായാലും അക്രമ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇല്ല. ടൂറിസ്റ്റുകൾക്ക് ധൈര്യമായി അൻഡോറയിലേക്ക് പോയി അവരുടെ ജീവിതം ആസ്വദിക്കാം എന്നാണ് ഈ ഒരു സൂചിക പറയുന്നത്. തൊട്ട് പിന്നാലെ ഉള്ളത് UAE ആണ്. അതിൻ്റെ പിന്നാലെ ഖത്തറുമുണ്ട്. UAE നമുക്കറിയാം ഗൾഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് UAE. ദുബായ് ഉൾപ്പെടെയുള്ള ലോകത്തെ ഏറ്റവും അധികം ആളുകളെ ആകർഷിക്കുന്ന എത്രയോ ഭാഗങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷയുടെ കാര്യത്തിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച അവിടെയില്ല. അറബ് രാജ്യങ്ങളിലൊക്കെ തന്നെ കുറ്റകൃത്യങ്ങൾക്ക് വളരെ കർശനമായ ശിക്ഷ ലഭിക്കുന്നൊരു സാഹചര്യമായതുകൊണ്ട് തന്നെ ആയിരിക്കാം അവിടെ കുറ്റകൃത്യങ്ങൾ തീരെ കുറവാണ്. മാത്രമല്ല അവിടെ എത്തുന്ന ആളുകൾക്ക് ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് UAE സന്ദർശകരായി എത്തുന്നത്. അവർക്ക് ധൈര്യമായി രാത്രിയോ പകലോ എന്ന വ്യത്യാസമില്ലാതെ പുറത്തിറങ്ങി നടക്കാനും എല്ലാവിധ സംവിധാനങ്ങളുമുള്ള ഒരു രാജ്യം തന്നെയാണ് UAE. തൊട്ട് പിന്നിലായിട്ടുള്ളത് ഖത്തറാണ്. സുരക്ഷാ സൂചികയിൽ 84.5 UAEയുടെ സ്ഥാനം. തൊട്ട് പിന്നിലുള്ള ഖത്തറിൻ്റേത് 84.2. ലോകത്തേറ്റവും സുരക്ഷിതമായ 5 രാജ്യങ്ങളിൽ ഇതിന് തൊട്ട് പിന്നാലെ തൈവാനും ഒമാനുമുണ്ട്. പക്ഷേ ഇതിലെ വളരെ വിചിത്രമായ ഒരു കാര്യം, ഗൾഫിലെ തന്നെ ഒരു വളരെ പ്രമുഖമായ രാജ്യമായ കുവൈറ്റ് ആകട്ടെ, ഒരുപക്ഷെ സമ്പന്നത കൊണ്ടും ഏറെ മുന്നിൽ നിൽക്കുന്ന കുവൈറ്റ് ആകട്ടെ ഈ സൂചികയിൽ വളരെ പിറകിലാണ്. 38 സ്ഥാനത്താണ് കുവൈറ്റ് ഉള്ളത്. ഇനി നമുക്ക് അറിയേണ്ടത് ലോകത്തെ ഏറ്റവും വലിയ ശക്തികളായ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ സ്ഥാനം എവിടെ എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രമായ അമേരിക്ക 50.8 പോയിൻറ്റുമായി 89 സ്ഥാനത്തും ബ്രിട്ടൻ 51.7 പോയിൻറ്റുമായി 87 സ്ഥാനത്തുമാണ്. നമ്മൾ പൊതുവെ കരുതിയിരിക്കുന്നത് ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ എല്ലാവിധ സംവിധാനങ്ങളും സൈന്യവും പോലീസും മറ്റ് സൈബർ സംവിധാനങ്ങളും എല്ലാം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ അങ്ങേയറ്റം സുരക്ഷിതമാണ് എന്നാണ്. എന്നാൽ ഈ പട്ടികയിൽ എത്രയോ പുറകിലാണ് ഈ 2 പ്രധാനപ്പെട്ട രാജ്യങ്ങളും എന്നുള്ളത് വളരെ വിചിത്രമായ ഒരു വസ്തുതയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ലോകത്തെ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഈ പട്ടികയിൽ ഏറ്റവും അവസാനമുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ, അതുപോലെ പാപ്പുവ ന്യൂ ഗിനിയ, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ പട്ടികയിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നത്. നമുക്ക് തന്നെ അറിയാം അഫ്ഗാനിസ്ഥാനിൽ ഭരണസ്ഥിരതയില്ല. അവിടെ ഇടയ്ക്ക് താലിബാൻ ഭരിക്കും, പിന്നീട് മറ്റ് സഖ്യശക്തികൾ അവിടെ കീഴടക്കും. ഒരു കാലത്ത് റഷ്യ കീഴടക്കിയിരുന്നു. ഇപ്പോൾ വീണ്ടും താലിബാൻ ഭരണമാണ് അവിടെ നടക്കുന്നത്. ഒരു തരത്തിലുമുള്ള യാതൊരു സമാധാനവും അവിടെ ഇല്ലെന്ന് മാത്രമല്ല അവിടുത്തെ ജനങ്ങൾക്ക് പോലും സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. പാപ്പുവ ന്യൂ ഗിനിയയിലും വെനസ്വേലയിലും ഒക്കെ തന്നെ ഇതാണ് അവസ്ഥ. അവിടെ ഒന്നും തന്നെ സുസ്ഥിരമായ സർക്കാർ സംവിധാനങ്ങളോ സുരക്ഷയോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഈ രാജ്യങ്ങളിലേക്ക് ആരെങ്കിലും സന്ദർശനം നടത്തുകയാണെങ്കിൽ അവർ വളരെ കരുതലെടുക്കണം എന്നാണ് ഈ ഒരു സൂചിക നമ്മോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ്. ലോകത്തെ ഇന്ന് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായ അല്ലെങ്കിൽ പ്രതിരോധ ശക്തികളിലൊന്നായൊക്കെ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ ഈ പട്ടികയിൽ പാകിസ്ഥാന് പുറകിലാണ് എന്നുള്ളതാണ് നമുക്കിനിയും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം. ഈ പട്ടികയിൽ പാകിസ്ഥാൻ 65 സ്ഥാനത്തും ഇന്ത്യ 66 സ്ഥാനത്തുമാണ്. പാകിസ്ഥാൻ്റെ അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം. അവിടെ ഇപ്പോൾ ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതുപോലെ അവിടെ നിരന്തരമായ തീവ്രവാദി ആക്രമണങ്ങളുണ്ട്. പാകിസ്ഥാനിലെ കറാച്ചി പോലുള്ള നഗരങ്ങളിലൊക്കെ തന്നെ നമുക്ക് നന്നായിട്ടറിയാം അവിടെ വൻതോതിലുള്ള പിടിച്ചുപറിയും കൊള്ളയും ഒക്കെ നടക്കുന്ന കറാച്ചി പോലെയുള്ള നിരവധി നഗരങ്ങളുണ്ട്. നിരന്തരമായ തീവ്രവാദി ആക്രമണം നടത്തുന്ന ചില സ്ഥലങ്ങളുണ്ട്. പക്ഷേ എന്നിട്ടും ഇന്ത്യയെക്കാൾ മുന്നിൽ ഇതെങ്ങനെ എത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ഒരു ആഗോള സുരക്ഷാ സൂചികയുടെ ആധികാരികതയെക്കുറിച്ച് പോലും നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. അതുപോലെ സ്വീഡൻ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഈ പട്ടികയിൽ വളരെ പുറകിലാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാകുന്നില്ല.
ഓരോരോ സംഘടനകളാണ് ഓരോ വർഷവും ഇത്തരത്തിലുള്ള ഈ സൂചികകൾ പുറത്തിറക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ആധികാരികതയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം തന്നെ ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്നായി നമുക്ക് കണക്കാക്കാം. അതുപോലെ സ്വീഡൻ പോലെയുള്ള രാജ്യങ്ങളുമൊക്കെ എങ്ങനെ പിറകിലായിപ്പോയി എന്ന കാര്യം ഇപ്പോഴും അവർ വ്യക്തമാക്കുന്നതുമില്ല.